നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ഡോക്ടർമാരുടെ സ്വപ്നഭൂമിയാണ് US. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി US-ലെ വിസ നയങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് വിദേശ ഡോക്ടർമാരെയും പ്രത്യേകിച്ച് ഇന്ത്യൻ ഡോക്ടർമാരെയും വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപ് ഭരണകൂടത്തിന്റെ ചില പുതിയ തീരുമാനങ്ങൾ വിദേശ ഡോക്ടർമാർക്ക് ഒരേ സമയം ആശ്വാസവും എന്നാൽ പുതിയ പ്രതിസന്ധികളും സൃഷ്ടിക്കുകയാണ്. 39 രാജ്യങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർക്ക് ഏർപ്പെടുത്തിയിരുന്ന യാത്രാവിലക്കിൽ ഇളവ് വരുത്തിയത് വലിയ വാർത്തയായിരിക്കുകയാണ്. എന്താണ് ഈ പുതിയ മാറ്റങ്ങൾ? ഇത് വിദേശ ഡോക്ടർമാരെ എങ്ങനെ ബാധിക്കും? നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് വിസ ബാനുള്ള 39 രാജ്യങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർക്ക് ഏർപ്പെടുത്തിയിരുന്ന യാത്രാവിലക്കിൽ ട്രംപ് ഭരണകൂടം ഇളവ് നൽകിയിരിക്കുന്നതാണ്. മുൻപ് സുരക്ഷാ കാരണങ്ങളാൽ 39 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്കയിലേക്ക് വരുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർക്ക് അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനായി വിസ അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനായി ഔദ്യോഗികമായ വലിയ പ്രഖ്യാപനങ്ങൾ നടന്നില്ലെങ്കിലും വിസ പോളിസിയിൽ മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞു എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 19 രാജ്യങ്ങൾക്ക് പൂർണ്ണമായ വിലക്കും 20 രാജ്യങ്ങൾക്ക് ഭാഗികമായ വിലക്കുമായിരുന്നു ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്നത്. സ്ക്രീനിംഗ് നടപടികളിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ വിലക്ക്. എന്നാൽ US-ലെ ആരോഗ്യരംഗത്തെ പ്രതിസന്ധി കണക്കിലെടുത്ത് ഡോക്ടർമാർക്ക് ഇതിൽ ഇളവ് നൽകാൻ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് തീരുമാനിച്ചു. വ്യക്തിഗതമായ കേസോ ഗ്രൂപ്പായിട്ടുള്ള കേസുകളിലോ തടസ്സങ്ങൾ നീക്കാൻ USCIS തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പുതിയ നിർദ്ദേശത്തിൽ പറയുന്നത്. ഇതിൽ മെഡിക്കൽ ഫിസിഷ്യന്മാരുടെ അപേക്ഷകൾക്ക് മുൻഗണന നൽകും. ഓപ്പറേഷൻ പാരീസ് വഴി പരിശോധന പൂർത്തിയാക്കിയവർക്കും US പൗരന്മാർ ഫയൽ ചെയ്ത ചില പ്രത്യേക പെറ്റീഷനുകൾക്കും ഈ ഇളവ് ബാധകമാണ്. ഇത് വിദേശ ഡോക്ടർമാരുടെ വിസ നടപടികൾ വേഗത്തിലാക്കാൻ സഹായിക്കും. ഇപ്പോൾ വന്നിരിക്കുന്ന ആശ്വാസകരമായ വാർത്തകൾക്കിടയിലും ഒരു വലിയ വിഭാഗം ഡോക്ടർമാർ ആശങ്കയിലാണ്. US-ൽ നിലവിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന വിദേശ ഡോക്ടർമാരുടെ വിസ വേവർ അപേക്ഷകൾ കൃത്യസമയത്ത് പ്രോസസ് ചെയ്തില്ലെങ്കിൽ പരിശീലനം കഴിഞ്ഞാലുടൻ അവർക്ക് രാജ്യം വിടേണ്ടി വരും. ജൂലൈ 30-നകം ഈ അപേക്ഷകളിൽ തീരുമാനമായില്ലെങ്കിൽ പലർക്കും സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന് ഇമിഗ്രേഷൻ അഭിഭാഷകർ മുന്നറിയിപ്പ് നൽകുന്നു. വിദേശ ഡോക്ടർമാരെ നിയമിക്കുന്നതിന് ആശുപത്രികൾ നേരിടുന്ന ഏറ്റവും വലിയ തടസ്സം വൻ തുകയുള്ള ഫീസാണ്. പുതിയ H-1B നിയമപ്രകാരം വിസ പെറ്റീഷൻ ഫീസായി $1 ലക്ഷം നൽകേണ്ടി വരുന്നു. ഇത് ചെറിയ ആശുപത്രികളെയും ഗ്രാമീണ മേഖലയിലെ ക്ലിനിക്കുകളെയും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. US-ലെ ആരോഗ്യരംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഡോക്ടർമാരുടെ കുറവാണ്. 2036ഓടെ ഏകദേശം 86,000 ഡോക്ടർമാരുടെ കുറവ് അമേരിക്കയിൽ ഉണ്ടാകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഇത്രയും ഉയർന്ന ഫീസ് ഈടാക്കുന്നത് വിദേശ പ്രതിഭകളെ അമേരിക്കയിലേക്ക് ആകർഷിക്കുന്നതിന് തടസ്സമാകും. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി അമേരിക്കൻ ജനപ്രതിനിധികൾ ഒരു പുതിയ ബില്ലിന് രൂപം നൽകിയിട്ടുണ്ട്. H-1Bs ഫോർ ഫിസിഷ്യൻ ആൻഡ് ഹെൽത്ത് കെയർ വർക്ക് ഫോഴ്സ് ആക്ട് എന്നാണ് ഇതിന്റെ പേര്. വിദേശ ഡോക്ടർമാരെ ഈ $1 ലക്ഷം ഫീസിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ് ഈ ബില്ലിന്റെ പ്രധാന ലക്ഷ്യം. ഇത് നിയമമായാൽ ആശുപത്രികൾക്ക് കുറഞ്ഞ ചിലവിൽ വിദേശ ഡോക്ടർമാരെ നിയമിക്കാൻ സാധിക്കും. US-ലെ ഇമിഗ്രേഷൻ നയങ്ങൾ ഒരു വലിയ മാറ്റത്തിന്റെ പാതയിലാണ്. യാത്രാവിലക്കിലെ ഇളവുകൾ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ഉയർന്ന ഫീസും അപേക്ഷകളിലെ കാലതാമസവും ഇപ്പോഴും വെല്ലുവിളിയായി തുടരുന്നു. ലോകത്തെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനം എന്ന് അവകാശപ്പെടുന്ന US-ന് വിദേശ ഡോക്ടർമാരുടെ സേവനം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ വരും മാസങ്ങളിൽ ഈ വിസ നയങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.